ബുദ്ധമതം അന്തിമമായി ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടെങ്കിലും ഹിന്ദുമതത്തിൽ അത് മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ആധുനിക ഹിന്ദുമതത്തിന്റെ അനുസാരികളായ ക്ഷേത്രങ്ങളും വിഗ്രഹാരാധനയും ഉത്സവങ്ങളും ഉത്സവഘോഷയാത്രകളും മറ്റും ബുദ്ധമതത്തിൽ നിന്ന് കടം കൊണ്ടവയാണ്. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയ്ക്ക് സമീപം കരുമാടിയിൽ കായൽക്കരയിൽ പാതി ഭാഗം അറ്റുപോയ നിലയിൽ കാണപ്പെടുന്ന ശിലാപ്രതിമ കരുമാടിക്കുട്ടൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആലപ്പുഴ ജില്ലാ തലസ്ഥാനത്തു നിന്നും ഏതാണ്ട് 17 കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറിയാണ് കരുമാടിക്കുട്ടൻ്റെ ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അമ്പലപ്പുഴയോടൊപ്പം തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്മാരകമാണ് കരുമാടിക്കുട്ടൻ. കുട്ടനാടിൻ്റെ ഒരു കാവൽക്കാരനായി എല്ലാ ദിക്കുകളും പാലിച്ചുകൊണ്ട് കർഷകരെയും ഇവിടുള്ള ഈ പ്രവർത്തന വർഗത്തെയും സംരക്ഷിക്കുന്ന ഒരു കാവലാളായി മിത്തുകളിൽ ഈ കരുമാടിക്കുട്ടനെ സങ്കല്പിക്കുന്നുണ്ട്. സമ്പന്നമായ ഒരു സംസ്കാരത്തിൻ്റെ ചില തിരിശേഷിപ്പുകൾ ലഭ്യമാകുന്ന കേരളത്തിലെ ചില പ്രദേശങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അമ്പലപ്പുഴയുടെ ചരിത്രത്തെക്കുറിച്ചും കേരളത്തിൻ്റെ പൊതുവായ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ ഇനിയും കൂടുതൽ ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കുട്ടനാട് എന്ന് പറയുന്നത് കുട്ടൻ്റെ നാടാണ്, കുട്ടൻ ബുദ്ധനാണ് എന്നൊരു അഭിപ്രായഗതിയുണ്ട്. അപ്പോൾ ബുദ്ധൻ്റെ നാടാണ് കുട്ടനാട് എന്ന വിശ്വാസം വെച്ച് പുലർത്തുന്ന ചിലരുണ്ട്. എന്തായാലും ശരി, നമ്മുടെ കേരള ചരിത്രത്തിൻ്റെ പിന്നിലേക്ക് പോയാൽ BC 300 മുതൽ AD 900 വരെയുള്ളൊരു കാലഘട്ടം, 1200 വർഷം കേരളത്തിൽ ബുദ്ധമതം നിലനിന്നിരുന്നു എന്നതിൻ്റെ ചില തെളിവുകൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. കരുമാടിക്കുട്ടൻ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരമായിരുന്നു ഒരു കാലത്ത് ശ്രീമൂലവാസം. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ പ്രദേശത്തോട് ചേർന്നാണ് ശ്രീമൂലവാസം സ്ഥിതി ചെയ്തിരുന്നത് എന്ന അഭിപ്രായം ചരിത്രകാരന്മാർക്കിടയിലുണ്ട്. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ, കരുനാഗപ്പള്ളി, ആലപ്പുഴയ്ക്കടുത്തുള്ള അമ്പലപ്പുഴ, മാവേലിക്കര എന്നിവിടങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള ബുദ്ധവിഗ്രഹങ്ങൾ ഈ പ്രദേശം ഒരു കാലത്ത് ബുദ്ധവിഹാരമായിരുന്നു എന്നതിൻ്റെ സൂചനയാണ് തരുന്നത്. കേരളത്തിൽ
ബുദ്ധമത സ്വാധീനത്തെക്കുറിച്ച് തന്നെ ചരിത്രകാരന്മാർ പലതരത്തിലുള്ള അഭിപ്രായം പറയും. ഒരു കൂട്ടർ കേരളത്തിലെ കൊടുങ്ങല്ലൂരെ പോലുള്ള ദേവീക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്ന ബുദ്ധഭിക്ഷുക്കളെ അടിച്ചോടിക്കാൻ വേണ്ടിയാണ് തെറിപ്പാട്ട് പാടിയിരുന്നതെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്. അതേസമയം ആസ്ഥാന ചരിത്രകാരന്മാർ പറയുന്നത് ഒരു തരത്തിലുള്ള എവിഡൻസും നമുക്ക് കിട്ടിയിട്ടില്ല. ചരിത്രകാരൻ്റെ എവിഡൻസ് എന്തായാലും നമ്മുടെ ശരണം വിളിയിലും നമ്മുടെ ശാസ്ത്ര പൂജയിലും നമ്മുടെ കളരിയിലും നമ്മുടെ ആയുർവേദത്തിലും എല്ലാം ബുദ്ധൻ്റെ അംശമുണ്ട്. കൊടുങ്ങല്ലൂർ, തൃശൂർ എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളിൽ നിന്നും ബുദ്ധവിഗ്രഹങ്ങൾ ലഭിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തകഴി ശാസ്താക്ഷേത്രവും തിരുവിഴ ക്ഷേത്രവും കേരളത്തിലെ ആയുർവേദ ചികിത്സാ പദ്ധതികൾ ഇന്നു കാണുന്ന രീതിയിലുള്ള പ്രചാരത്തിലേക്ക് എത്തിച്ചേർന്നതിന് ഒരു കാരണം ബുദ്ധമതമായിരുന്നു. ബുദ്ധവിഹാരങ്ങൾ ധർമ്മ ചികിത്സാ കേന്ദ്രങ്ങളായിരുന്നു എന്നതാണ് ഇതിന് കാരണം. രോഗികൾക്ക് മരുന്നും എണ്ണയും നൽകുന്ന സമ്പ്രദായം തകഴിയിലെ ശാസ്താക്ഷേത്രത്തിലും തിരുവിഴ ക്ഷേത്രത്തിലും ഇന്നും തുടരുന്നുണ്ട്. ഇതിനു കാരണം ഈ പ്രദേശങ്ങൾ ഒരു കാലത്ത് ബുദ്ധവിഹാരങ്ങളായിരുന്നു എന്നതിൻ്റെ പിന്തുടർച്ചയായി കണക്കാക്കാം. ശ്രീമൂലവാസം ദക്ഷിണേന്ത്യയിലെ പ്രധാന ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളുമായി ഇവ നിലനിൽക്കുന്നു. ചെങ്ങന്നൂരിലെ ഗ്രാമവാസികൾ ചെമ്പകശ്ശേരി രാജാവിനെതിരെ ശത്രുദേവതയെ അയച്ചത് ദേവിയുടെ ശക്തിയാൽ പ്രതിമയായി പോയതെന്നാണ് നാട്ടുപെരുമ. കാർഷിക ഭൂമിയായ കുട്ടനാടൻ പ്രദേശത്ത് കൃഷിയുടെയും കുട്ടികളുടെയും കന്നുകാലികളുടെയും സംരക്ഷകനായി നാട്ടുകാർ കരുമാടിക്കുട്ടനെ കരുതിപ്പോരുന്നു. ഇതിൻ്റെ മറ്റൊരു വ്യാഖ്യാനമായി നെൽക്കറ്റകൾ വഴിപാട് നൽകുന്നത് എലികളുടെയും ധാന്യങ്ങൾ നശിപ്പിക്കുന്ന മറ്റു ജീവികളുടെയും ശല്യം അകറ്റാനാണത്രേ. എണ്ണയും ഇളനീരും വഴിപാട്, ശാസ്താസങ്കല്പം എന്ന നിലയിൽ അയ്യപ്പ ഭക്തന്മാർ തേങ്ങ എറിയുന്ന പതിവ്, ഇവയെല്ലാം ഇവിടെ ഇപ്പോഴും നടന്നു പോരുന്നുണ്ട്. ഒരു കാലത്ത് ഒഴുകി വന്ന ഒരു ബുദ്ധവിഗ്രഹം ആണ് ഇവിടെ എടുത്ത് പ്രതിഷ്ഠിച്ചതെന്ന് ഒരു പറച്ചിലുണ്ട്. പകുതി തകർന്ന നിലയിലാണ് ബുദ്ധവിഗ്രഹം ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആന കുത്തി ഒരു വശം ഒടിഞ്ഞുപോയി എന്നാണ് പറയപ്പെടുന്നത്. ഇടയ്ക്ക് വെച്ച് അതിനെ പരിഷ്കരിച്ച് വീണ്ടും പൂർണ്ണ ബുദ്ധപ്രതിമയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും അതേ ചൊല്ലി ചില തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. അത് ഈ അവസ്ഥയിൽ തന്നെ തുടരണം എന്നും അതല്ല അത് പൂർണ്ണ രൂപത്തിലാക്കി വയ്ക്കണമെന്നുമൊക്കെയുള്ള ചിന്തകളും ചർച്ചകളും ഒക്കെ നടന്നു വരികയാണ്. അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ഏകദേശം BC 3-ാം ശതകത്തിൽ ബുദ്ധമതം കേരളത്തിൽ എത്തിയതായി കണക്കാക്കുന്നു. കേരളത്തിലെ ഒരു പള്ളിബാണ പെരുമാൾ രാജസിംഹാസനം ഉപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഐതിഹ്യങ്ങളിൽ കോട്ടയത്തുള്ള കിളിരൂർ ക്ഷേത്രവും കുട്ടനാട്ടിലെ നീലമ്പേരൂർ ക്ഷേത്രവും ഉൾപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അതിലൊന്നാണ് ഈ കരുമാടിക്കുട്ടൻ എന്നാണ് ഞാൻ കരുതുന്നത്. ബുദ്ധമതം ശക്തമായി ഈ പ്രദേശത്ത് പ്രചരിച്ചില്ലായിരുന്നു എങ്കിൽ ബുദ്ധൻ്റെ ഒരു വിഗ്രഹം ഇവിടെ വരാൻ സാധ്യമാകുമായിരുന്നില്ല. ഇവിടെ മാത്രമല്ല, ഓണാട്ടുകരയുടെ ചില ഭാഗങ്ങളിലും ബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നും മാവേലിക്കര ബുദ്ധ ജംഗ്ഷൻ തന്നെയുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു ബുദ്ധ വിഗ്രഹം അവിടെ നിന്ന് ലഭിച്ചത് അവിടെ ഇന്നും ഒരു പാതയുടെ വക്കിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയും ഒരു ബുദ്ധമത കേന്ദ്രമായി അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. പള്ളി എന്ന പേരിൽ അവസാനിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒരു കാലത്ത് ബുദ്ധ വിഹാരങ്ങളുടെ കേന്ദ്രമായിരുന്നു എന്നാണ് കരുതുന്നത്. ഇന്നും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചില ആചാരക്രമങ്ങൾ ശബരിമല ക്ഷേത്രത്തിൻ്റെ കാര്യം നമുക്ക് കാണാൻ കഴിയും. അവിടെ തന്നെ ശബരിമല ബുദ്ധമത സന്യാസിമാർ പറഞ്ഞിരുന്ന ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്നൊക്കെ പറഞ്ഞ് ബുദ്ധമത അനുയായികളുടെ ചില മന്ത്രജപങ്ങളും രീതികളും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ ഇന്നും ശബരിമലയിൽ പോകുന്ന ശബരിമല ഭക്തന്മാർ അനുവർത്തിച്ച് വരുന്നത് ചൂണ്ടിക്കാണിച്ച് അയ്യപ്പൻ ബുദ്ധൻ്റെ ശാസ്താവ് ബുദ്ധൻ്റെ പ്രതീകമാണ് എന്ന് ഒരു സങ്കല്പമുണ്ട്. കേരളത്തിലെ പ്രസിദ്ധമായ പല ക്ഷേത്രങ്ങളും ഒരു കാലത്ത് ബുദ്ധ ദേവാലയങ്ങളായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്.
ആദ്യകാല ബുദ്ധ ബോധിസത്വ വിഗ്രഹങ്ങൾ രൂപം കൊണ്ടത് മധുരയിലായിരുന്നു. വിഗ്രഹ നിർമ്മാണത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു പുരാതന ഇന്ത്യയിലെ മധുര. സാരനാഥിലെ ബോധിസത്വ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് മധുരയിലാണ് എന്നാണ് കരുതപ്പെടുന്നത്. ബോധിസത്വ പ്രതിമകളോട് സാമ്യമുള്ളവയാണ് കരുമാടിയിലെ പ്രതിമ എന്നു വേണം കരുതാൻ. മധുരയിലെ ബുദ്ധ പ്രതിമകൾ പത്മാസനത്തിലിരിക്കുന്നവയാണ് കൂടുതലും. പ്രതിമയുടെ കാലപ്പഴക്കവും ശിലയുടെ പ്രത്യേകതയും നിർമ്മാണകലയുടെ രീതിയും കൂടുതലായി പഠന വിധേയമാക്കേണ്ടതുണ്ട്. ശ്രീമൂലവാസമായിരുന്നു ഈ പ്രദേശങ്ങളിലെ പ്രധാന ബുദ്ധകേന്ദ്രം. ഇത് കടൽക്ഷോഭത്തിൽപ്പെട്ട് നശിച്ചുപോയി. 1965 ദലൈലാമ ആലപ്പുഴയിലെ അമ്പലപ്പുഴയ്ക്കടുത്ത് കരുമാടി സന്ദർശിക്കുകയും അവിടെ കരുമാടിക്കുട്ടന്റെ പാതി അടർന്നുപോയ വിഗ്രഹത്തിന് ഒരു പഗോഡ നിർമ്മിക്കുകയും ചെയ്തു. എല്ലാ വർഷവും ബുദ്ധപൂർണിമാ ദിനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അമ്പലപ്പുഴയിലെ കരുമാടിയിലേക്ക് ബുദ്ധ സന്യാസിമാർ എത്താറുണ്ട്. ഇവർ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി തിരിച്ചു പോകുന്നു. കേരള സർക്കാർ പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായ കരുമാടിക്കുട്ടനെ ശ്രീ കരുമാടി മുരളി ചെയർമാനായ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു.